ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയപ്പോൾ എനിക്ക് കുറച്ച് ബാക്കി വന്നിട്ടോ ദോശമാവ്. അപ്പോൾ ഇതുപോലെ ദോശമാവൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തോക്ക്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് സവാള, പിന്നെ ഒരു തക്കാളിപ്പഴം, പച്ചമുളക്, കുറച്ച് മല്ലിയില ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൗഡർ ചേർത്തെടുക്കാം. ഞാനിപ്പോൾ എന്തായാലും അത് ചേർത്തിട്ടില്ല. അതിലേക്ക് നല്ല പച്ചമുളക് ഇട്ടിട്ട് കേട്ടോ. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടെടുക്കുക. മല്ലിയില ഇടുമ്പോഴാണ് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടുക. ക്യാപ്സിക്കൊക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഇതൊരു ചീസി ആയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് മസാല ചീസ് ഇതിലേക്ക് ഇട്ടുകൊടുത്താലും മതി കേട്ടോ, കുക്കായി വരുമ്പോൾ. അപ്പോൾ ഞാനിപ്പോൾ അതൊന്നും നമ്മളെ കയ്യിലിപ്പോൾ അതൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാനതൊന്നും ചേർത്തിട്ടില്ല. ഒന്നുമില്ലെങ്കിലും ഇത് മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായി ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ബട്ടറോ നെയ്യോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ചെറുതായിട്ടൊന്ന് തേച്ച് റെഡിയാക്കി കൊടുക്കാം കേട്ടോ. നന്നായി ചൂടായ ശേഷം ഇതിലേക്ക് നമുക്ക് ഇത്രയും മാവേ ബാക്കി വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് എന്തെങ്കിലും ഒരു സ്നാക്സ് റെഡിയാക്കാമെന്ന് വേണ്ടിയിട്ടുണ്ട്. ഇപ്പോൾ സ്കൂളിലേക്കൊക്കെ കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിലേക്ക് റെഡിയാക്കണം എന്നുണ്ടെങ്കിൽ എന്നും ബേക്കറിയൊക്കെ കൊടുക്കല്ലേ. അപ്പോൾ അതുപോലെയൊക്കെ ചെയ്താൽ എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കട്ടെ. പിന്നെ നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള ഈ എഗ്ഗ് മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ഉണ്ണിയപ്പമൊക്കെ ചുട്ടെടുക്കണ ഈ ഒരു പാനിലാണ് കേട്ടോ. കുഞ്ഞു കുഞ്ഞു ഈ എഗ്ഗ് ബോൾസ് നമുക്ക് കിട്ടും. ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഞാൻ പറഞ്ഞില്ലേ ചീസ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിലില്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് നല്ല ചൂടുള്ള ചായൻ്റെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ദോശമാവൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കി. വീണ്ടും നമ്മൾ കുറച്ചും കൂടി ഇതിലേക്ക് നെയ്യ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഇതുപോലെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്ര പണിയുള്ളൂ കേട്ടോ. പെട്ടെന്ന് തന്നെ അത് കുക്കായി കിട്ടും. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. എന്നിട്ട് ഇത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് നെയ്യൊക്കെ ആക്കി കൊടുക്കട്ടെ ഇതിൻ്റെ മുകളിലൂടെ. ഇങ്ങനെ ഇത്ര പണിയുള്ളൂ. ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സ്നാക്സ്. അപ്പോൾ ഞാനിത് ഇതിന് കറക്റ്റ് പേരൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇതിനെന്ത് പേരിടുന്നപ്പോൾ ഞാൻ ആലോചിച്ചിരിക്കണത്. എന്തായാലും ഇത് എഗ് ബോൾസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പറയട്ടോ. എന്തായാലും സംഭവം സെറ്റ്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ചൂടുള്ള കട്ടൻ ചായൻ്റെ കൂടെയൊക്കെ സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ട് എന്തായാലും നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. ദോശമാവൊക്കെ നമ്മളെ വീട്ടിൽ എന്തായാലും ബാക്കി ഉണ്ടാവൂലേ. ഇനി അതിങ്ങനെ ഫ്രിഡ്ജിലും അവിടെ ഇവിടെയും വെക്കുകയൊന്നും വേണ്ട. അതുപോലെ ചെയ്താൽ നമുക്ക് 4 മണി ചായൻ്റെ കൂടെയൊക്കെ സെറ്റാക്കട്ടോ. ഈ ഒരു റെസിപ്പി ഇതിൻ്റേതായ രീതിയിൽ നമ്മൾ ചെയ്തെടുത്താണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണെങ്കിൽ, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് അറിയിക്കാം. ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു റെസിപ്പീസായിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ വരും കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് കട്ടൻ ചായൻ്റെ കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിട്ടോ. ഉൾഭാഗമൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട്
സോഫ്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ചീസും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ സൂപ്പറായിന് കേട്ടോ. പക്ഷെ നമ്മളെത്തകില്ല, അതുകൊണ്ടാണ് ഞാൻ ആരെടുത്തെങ്കിൽ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കി കേട്ടോ. പിന്നെ നമ്മൾ ഈ വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ കോഴിക്കളുണ്ട് കേട്ടോ മുറ്റത്ത്. അതാണ് ആ സൗണ്ട് കേൾക്കുന്നത്. എന്താണെന്ന് നിങ്ങൾ വിചാരിക്കൂലേ? കോഴിക്കൾ അങ്ങനെ തന്നെ. ഞാൻ എപ്പോഴാണ് വോയിസ് ഓവർ കൊടുക്കണതൊക്കെ നിൽക്കാം കേട്ടോ, ഒച്ച ഉണ്ടാക്കാൻ. ഭയങ്കര സൗണ്ട് കേട്ടില്ലേ? അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം കേട്ടോ.